ഹായ് ഓൾ, വെൽക്കം ടു ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് LP-UP സിലബസിലെ കെമിസ്ട്രി ഭാഗത്ത് നിന്നുള്ള പീരിയോഡിക് ടേബിളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് SCERT ചാപ്റ്റേഴ്സിലെ തുടർ പ്രവർത്തനങ്ങളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പം നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകളെല്ലാം മാറിയിട്ട് പുതിയ ടെക്സ്റ്റുകളാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായ നമ്മളും എന്ത് വേണം, അതനുസരിച്ചിട്ട് വേണം അടുത്ത LP-UP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ പലരും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ എന്താണ് ഇത് നോക്കി പഠിക്കാൻ തുടങ്ങിയവരുണ്ടാകാം. ഇനി ഇത് തുടങ്ങാത്തവരുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും പഴയ രീതിയിൽ അല്ലെങ്കിൽ പഴയ ടെക്സ്റ്റ് ബുക്ക് മാത്രം വെച്ചുകൊണ്ട് പഠിക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ തവണ എക്സാം എഴുതിയ കുറേ ആൾക്കാർ ഇനി വരുന്ന എക്സാംസും എഴുതുന്നുണ്ടാവാം. അപ്പോൾ അവർ ഓൾറെഡി പഴയ കാര്യങ്ങളൊക്കെ പഠിച്ച് അത് റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളും നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. കാരണം എന്താണ്, ആ ടെക്സ്റ്റ് ബുക്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതലായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ഇനി വരുന്ന LP-UP എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ പലരും ചോദിക്കും, LPക്ക് ഇത് പഠിക്കണോ എന്ന് ചോദിക്കും. പഠിക്കണം. കാരണം എന്താണ്, നമ്മൾ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ കയ്യിൽ 3ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ LPയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, UPനേക്കാളും ഫിസിക്സ് ഒക്കെ സ്റ്റാൻഡേർഡ് ലെവലിൽ ക്വസ്റ്റ്യൻ വന്നത് LPയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളും ഇപ്പൊ LP എക്സാം മാത്രം എഴുതുന്നവരാണെങ്കിൽ എന്താണ്, നിങ്ങളും നിർബന്ധമായിട്ടും ഇത് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് SCERT കെമിസ്ട്രിയിലെ 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടാവും. ആ ചാപ്റ്ററിലെ തുടർ പ്രവർത്തനങ്ങളാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ തുടർ പ്രവർത്തനം ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ലെവൽ മനസ്സിലാകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ SCERT ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുമ്പോൾ വെറുതെ ആ ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചു പോകാതെ നിർബന്ധമായിട്ടും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും കൂടെ ചാപ്റ്റർ പഠിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ചാപ്റ്റർ പഠിച്ചത് മനസ്സിലായി എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വരുള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും അല്ല വരുന്നവരുണ്ടെങ്കിൽ അല്ലെ, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ലാംഗ്വേജ് ആണ് മെയിൻ എടുത്ത് പഠിച്ചത്, ഡിഗ്രി ഒക്കെ പഠിച്ചവർ, അപ്പൊ അവരെ സംബന്ധിച്ച് സയൻസ് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് തുടർ പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ ഡൗട്ട് വരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നുകൂടെ ആ ടെക്സ്റ്റ് ഭാഗം, ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങളൊന്ന് കൂടെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് അടുത്തൊരു LP-UP ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ആ പരീക്ഷയുടെ അടുത്തോട്ട് പഠിക്കാനായിട്ട് മാറ്റി വെക്കാതെ ഇപ്പോഴേ തന്നെ ചെറിയ തോതിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരുപാട് ടൈം ഉണ്ട്. അപ്പൊ പഠിച്ച് മനസ്സിലാവാത്ത കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ പഠിച്ച്, ഇനി മറന്നുപോയ കാര്യങ്ങൾ വീണ്ടും ഒന്ന് ഓർമ്മിച്ച് ഒന്നുകൂടെ പഠിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഗ്രൂപ്പ് നമ്പർ 17 X എന്ന മൂലകത്തിൽ 3 ഷെല്ലുകൾ ഉണ്ട് എങ്കിൽ ഈ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഈ മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു, ഇതിന്റെ പീരീഡ് നമ്പർ എത്ര. അപ്പൊ നമുക്കറിയാം അല്ലെ, നമ്മുടെ PSC ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നിന്നുള്ള ഒരെണ്ണമായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇവിടെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ല തന്നിരിക്കുന്നത്. പക്ഷെ എന്താണ്, ഇതിൽ ഏത്, ഇപ്പൊ ABC എന്ന് പറയുന്ന ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം, നമ്മുടെ LP-UP എക്സാമിന് വരാം. അപ്പൊ ഇതിന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആൻസർ എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്, നമ്മുടെ കുട്ടികൾ ഇത് പഠിക്കുന്നുണ്ട്. അപ്പൊ നിർബന്ധമായിട്ടും നമുക്ക് ഇത് അറിഞ്ഞിരിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഗ്രൂപ്പ് നമ്പർ 17 X എന്ന മൂലകത്തിൽ 3 ഷെല്ലുകൾ ഉണ്ട് എങ്കിൽ ഈ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്തിനെ കുറിച്ചൊക്കെ ധാരണ വേണം, ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ
പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഗ്രൂപ്പ് നമ്പർ 17നെ കുറിച്ച് ധാരണ വേണം. ഗ്രൂപ്പ് നമ്പർ അല്ലെ, പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ധാരണ വേണം. അതിന്റെ ഗ്രൂപ്പുകളെയും പീരീഡുകളെയും കുറിച്ച് ധാരണ വേണം. ഇപ്പൊ ഇവിടെ ഗ്രൂപ്പ് നമ്പർ തന്നിട്ടുണ്ട്, അപ്പൊ ഗ്രൂപ്പ് നമ്പറിനെ കുറിച്ച് ഒരു ധാരണ വേണം. അതുപോലെ എന്താണ്, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് അറിയണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇനി മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു, നമുക്ക് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അറിയാമെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്, പിരീഡ് കണ്ടുപിടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമാണ് ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ഈ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ എന്ന് പറയുന്നത്, ഗ്രൂപ്പ് നമ്പർ 17 ആണ് ആ ഒരു മൂലകത്തിന്റെ X എന്നാണ് ആ മൂലകത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. യഥാർത്ഥ നെയിം അല്ല, യഥാർത്ഥ സിമ്പൽ അല്ല. 3 ഷെല്ലുകൾ ഉണ്ട് എങ്കിൽ ഈ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ 3 ഷെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് KLM അല്ലെ, ഇതാണ് 3 ഷെല്ല് എന്ന് പറയുന്നത്. അപ്പോ 3 ഷെല്ലാകുമ്പോൾ അതിനെന്തുണ്ട്, നമുക്കിവിടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് ശരിയായിട്ട് അറിയേണ്ടത്. K ഷെല്ലിന്റെ സബ്ഷെല്ല് 1s ആണ്. L ഷെല്ലിന്റെ സബ്ഷെല്ല് ഏതൊക്കെയുണ്ട്, 2s ഉം 2p യും ഉണ്ട്. M ഷെല്ലിന്റെ ആവുമ്പോൾ 3s ഉം 3p യും 3d യും ഉണ്ട്. പക്ഷെ ഇവിടെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, 17ാം ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂലകത്തിന്റെ ഗ്രൂപ്പ് നമ്പർ 17 ആണെങ്കിൽ ആ ഗ്രൂപ്പ് എവിടെയായിരിക്കും, P ബ്ലോക്കിലായിരിക്കും. ശരിയല്ലേ, P ബ്ലോക്കിലായിരിക്കും. അങ്ങനെ P ബ്ലോക്കിലാണെങ്കിൽ എന്താണ് അവസാനിക്കേണ്ടത്, P സബ്ഷെല്ലിലായിരിക്കും. ഓക്കെ, P സബ്ഷെല്ലിലായിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 എന്താണ് 3p5 അല്ലെ, 3s2 3p5. കാരണം എന്താണ്, 17ാം ഗ്രൂപ്പ് മൂലകമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 17ാം ഗ്രൂപ്പ് മൂലകമാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്താണ്, അതൊരു P ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പൊ P ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക, 12 പ്ലസ് അവസാനത്തെ P സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം. എന്താണ്, 12 പ്ലസ് അവസാനത്തെ P സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം. അപ്പൊ ഇവിടെ 12 പ്ലസ് അവസാനത്തെ P സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്, 5 ആണ്. അപ്പൊ 12 പ്ലസ് 5 എത്ര എന്ന് വരും, 17 എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, 10 പ്ലസ് അവസാനത്തെ P സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം പ്ലസ് തൊട്ട് മുമ്പുള്ള S സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം. ഓക്കെ, അപ്പൊ എത്ര വരും, അവസാനത്തെ P സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. തൊട്ട് മുമ്പിലെ S സബ്ഷെല്ലിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയായിരിക്കും, 2 ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴും എത്ര വരും, 17 വരും. അപ്പൊ ഈ നമുക്കറിയാം S സബ്ഷെല്ലിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ് അല്ലെ. അപ്പൊ ആ 2 നമ്മൾ ആദ്യമേ തന്നെ ഈ 10ന്റെ കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് 12 പ്ലസ് 5 എന്ന് പറയുന്നത്. അതിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്, നമ്മള് ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഏത് സബ്ഷെല്ലിലാണോ അവസാനത്തെ ഇലക്ട്രോൺ ചെല്ലുന്നത്, ഇപ്പൊ S സബ്ഷെല്ലിലാണെങ്കിൽ അതൊരു S ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. P സബ്ഷെല്ലിലാണെങ്കിൽ അതൊരു P ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. D സബ്ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതെങ്കിൽ അതൊരു D ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. ഈ മൂലകം ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു, ഏത് ബ്ലോക്കിലാണ്, നമ്മൾ കണ്ടതാണ് അല്ലെ, P ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. ഇതിന്റെ പിരീഡ് നമ്പർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് വലിയ ഐഡിയ ഇല്ല എന്ന് വെക്കുക. കാരണം എന്താണ്, S ബ്ലോക്കിന്റെയും P ബ്ലോക്കിന്റെയും D ബ്ലോക്കിന്റെയും എല്ലാം ഗ്രൂപ്പ് നമ്പർ വ്യത്യസ്ത രീതിയിലാണ് കാണുന്നത്. പക്ഷേ ഏത് ബ്ലോക്ക് ആയിക്കോട്ടെ, ഒരു എലമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ S ബ്ലോക്കിലായിക്കോട്ടെ, P ബ്ലോക്കിലായിക്കോട്ടെ, D ബ്ലോക്കിലായിക്കോട്ടെ, F ബ്ലോക്കിലായിക്കോട്ടെ, അതിന്റെ പിരീഡ് നമ്പർ കാണുക എന്ന് പറയുന്നത് ഒരേ രീതിയിലാണ്. അതായത് അതിന്റെ ലാർജസ്റ്റ് ഷെൽ നമ്പർ ആണ് അതിന്റെ പിരീഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ലാർജസ്റ്റ് ഷെൽ നമ്പർ കണ്ടുപിടിക്കുക, അപ്പൊ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയില്ലേ, ഇതിന്റെ 1s2 2s2 2p6 3s2 3p5 എന്ന് എഴുതി, ശരിയല്ലേ.
അപ്പൊ ഇതിന്റെ ഈ സൈഡിൽ കിടക്കുന്ന കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് ഇതിന്റെ ഷെൽ നമ്പർ എന്ന് പറയുന്നത്. ഈ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കിടക്കുന്നത് അതിന്റെ ഇലക്ട്രോണിന്റെ എണ്ണമാണ്. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും വലുത് ഏതാണ്? 3 ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് എന്താണെന്ന് മനസ്സിലാകും? മൂന്നാമത്തെ പീരീഡ് ആണെന്ന് മനസ്സിലാകും. ക്ലിയർ ആവുന്നുണ്ടോ? മൂന്നാമത്തെ പീരീഡ് ആണെന്ന് മനസ്സിലാകും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്താണ് ഹൈഡ്രജൻ എടുത്തു. ഹൈഡ്രജൻ എന്ന് പറയുന്ന 1H1 ആണ് അല്ലെ. 1H1 ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ആകെ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ, അത് 1s ലാണ്. അപ്പൊ ഇവിടുത്തെ ഷെൽ നമ്പർ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അവിടെ ആകെ ഉള്ളൊരു ഷെല്ല് അതാണ് അവിടുത്തെ ലാർജസ്റ്റ്. അപ്പൊ ഹൈഡ്രജൻ എത്രാമത്തെ പീരീഡിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രാമത്തെ പീരീഡിലാണ്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1ാമത്തെ പീരീഡിലാണ്. ഇനി നമ്മൾ ഫ്ലൂറിൻ എടുക്കുവാണ് എക്സാമ്പിൾ ആയിട്ട്. ഫ്ലൂറിൻ എടുക്കുവാണെങ്കിൽ ആറ്റോമിക് നമ്പർ 9 ആണ്. അപ്പൊ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതുമ്പോൾ 1s2 2s2 2p5 എന്ന് വരും അല്ലെ. അപ്പൊ ഇവിടത്തെ ലാർജസ്റ്റ് ഷെൽ നമ്പർ 2 ആണ്. അതുകൊണ്ട് തന്നെ എന്തെന്ന് മനസ്സിലാക്കാം? ഫ്ലൂറിൻ ഒരു 2ാം പീരീഡ് എലമെന്റ് ആണെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, അതുപോലെ ഗ്രൂപ്പ് നമ്പർ, പീരീഡ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോ നമ്മൾ ആ ഒരു SCERT ടെക്സ്റ്റിന്റെ ആ പാഠഭാഗം നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റിനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നോക്കുക, ചില സബ്ഷെല്ലുകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ സാധ്യമല്ലാത്തവ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3pa 4da 3f 2da 2pa. എങ്ങനെയാണ് സാധ്യമല്ലാത്തത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്? അപ്പൊ നമുക്ക് മെയിൻ ഷെല്ലുകൾ അറിയാം. ഏതൊക്കെയാണ്? K, L, M, N എന്നുള്ളതാണ് മെയിൻ ഷെല്ല്. K എന്ന് പറയുന്ന 1ാമത്തെ മെയിൻ ഷെല്ല്, L എന്ന് പറയുന്ന 2ാമത്തെ മെയിൻ ഷെല്ല്, M 3ാമത്തെ മെയിൻ ഷെല്ല്, N എത്രയാണ്? 4ാമത്തെ മെയിൻ ഷെല്ല്. ഓക്കെ, അപ്പൊ ഈ മെയിൻ ഷെല്ലിന്റെ നമ്പറിന് ഈക്വൽ ആയിരിക്കും അതിന്റെ സബ് ഷെല്ലും. ഓക്കെ, മെയിൻ ഷെല്ലിലെ നമ്പറിന് ഈക്വൽ ആയിരിക്കും അതിന്റെ സബ് ഷെല്ലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? K ഷെല്ലിൽ അപ്പം എത്ര സബ് ഷെൽ ഉണ്ടാകും? അതിന്റെ ഷെൽ നമ്പർ 1 ആണ്. അപ്പൊ അത് ഒരു സബ് ഷെല്ലേ ഉണ്ടാവുകയുള്ളൂ. അത് ഏതായിരിക്കും? S ആയിരിക്കും. ഓക്കെ അല്ല, ഓക്കെ. ഇനി L ഷെല്ലിൽ എന്താണ്? L ഷെല്ലില് ഷെൽ നമ്പർ 2 ആയതുകൊണ്ട് 2 സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. അത് S ഉം P യും ആയിരിക്കും. M ഷെല്ലില് 3 സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. അത് S ഉം P യും D യും ആയിരിക്കും. ഇനി N ഷെല്ലില് 4 സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. അത് S ഉം P യും D യും F ഉം ആയിരിക്കും. ഇങ്ങനെ എഴുതുമ്പോൾ നോക്കൂ, എന്തുണ്ട്? K ഷെല്ലിലും L ഷെല്ലിലും M ഷെല്ലിലും N ഷെല്ലിലും എന്തുണ്ട്? S സബ് ഷെൽ ഉണ്ട് അല്ലെ. ഇനി L ഷെല്ലിലും M ഷെല്ലിലും N ഷെല്ലിലും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ P സബ് ഷെൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഏതിന്റെ സബ് ഷെൽ ആണെന്ന് മനസ്സിലാകില്ല. അപ്പൊ എന്ത് ചെയ്യാണ്? ആ മെയിൻ ഷെല്ലിന്റെ ഷെൽ നമ്പറും കൂടെ ഇതിനോട് ചേർത്ത് എഴുതും. അപ്പൊ K യുടെ സബ് ഷെല്ല് 1s എന്ന് എഴുതും. L ആകുമ്പോൾ 2s ഉം 2p യും ആകും. M ആകുമ്പോൾ 3s ഉം 3p യും 3d യും ആകും. N ആകുമ്പോൾ 4s ഉം 4p യും 4d യും 4f ഉം ആകും. ഓക്കെ, അപ്പൊ ഇത്രയും സബ് ഷെല്ലുകളാണ് ഈ ഒരു മെയിൻ ഷെല്ലുകളുടെ അണ്ടറിലുള്ളത്. അപ്പൊ ഇതല്ലാത്ത സബ് ഷെല്ലുകൾ ഒന്നും എന്താണ്? സാധ്യമല്ലാത്തവയാണ്. ഇപ്പൊ നോക്കുക, ഇവിടെ 3p എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഇവിടെയുണ്ട് അല്ലെ. അത് സാധ്യമാണ്. 4d എന്ന് പറയുന്നത് ഇവിടെയുണ്ട്, അതും സാധ്യമാണ്. 3f സാധ്യമാണോ? ഇല്ല. കാരണം എന്താണ്? 3s 3pa 3d ഓൾറെഡി ഇവിടെ 3 സബ് ഷെൽ ഉണ്ട്. അപ്പൊ M എന്ന് പറയുന്നതിന്റെ ഷെൽ നമ്പർ 3 ആയതുകൊണ്ട് അവിടുത്തെ മാക്സിമം സബ് ഷെല്ലുകൾ 3 എണ്ണമേ ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും എന്തുണ്ടാവില്ല? 3f ഉണ്ടാവില്ല. അപ്പൊ അത് ഉണ്ടാവില്ല. ഇനി 2d വരുമോ? ഇല്ല. 2s ഉം 2p യുമേ വരികയുള്ളൂ. 2d അവിടെ സാധ്യമല്ല. 2p സാധ്യമാണോ? ആണ് അല്ലെ. കാരണം എന്താണ്? 2p ഇവിടെയുണ്ട്. അപ്പൊ ഈ ഒരു ഐഡിയ മനസ്സിലാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേറൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനായിട്ട് വരും. അപ്പം മെയിൻ ഷെല്ലുകള് K, L, M, N, സബ് ഷെല്ലുകള് S, P, D, F എന്നുള്ളതാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബി എന്നീ രണ്ട് മൂലകങ്ങളുടെ പീരിയോഡിക് ടേബിളിലെ സ്ഥാനം നൽകിയിരിക്കുന്നു. പ്രതീകം യാഥാർത്ഥ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം എയുടെ നാലാമത്തെ പീരീഡ് രണ്ടാം ഗ്രൂപ്പ്, രണ്ടാം പീരീഡ് 16-ാം ഗ്രൂപ്പ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബി എന്നിവയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം എങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ക്വസ്റ്റ്യൻ വരും? നമുക്ക് 4 സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം തന്നിട്ട് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അപ്പൊ അതിന് നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാനായിട്ട് അറിയണം അല്ലെ, ഈ ഒരു ഹിന്റ് വെച്ചിട്ട്, എങ്കിലാണ് നമുക്ക് അതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ 4-ാം പീരീഡ് രണ്ടാം ഗ്രൂപ്പ്. അപ്പൊ 4-ാം പീരീഡ് എന്ന് പറയുമ്പം അവിടത്തെ മെയിൻ ഷെൽ എവിടെ വരെ ഉണ്ടാകും? 4 വരെ ഉണ്ടാകും, ശരിയല്ലേ? ലാർജസ്റ്റ് മെയിൻ ഷെൽ ആണല്ലോ പീരീഡ് എന്ന് പറയുന്നത്, പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. ഈ രണ്ടാം ഗ്രൂപ്പ് നമ്മൾ എസ് ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ട്. രണ്ടാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് എസ് സബ്ഷെല്ലില് 2 ഇലക്ട്രോൺ ഉള്ളതായിരിക്കും രണ്ടാം ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു ഹിന്റ് വെച്ചിട്ട് എഴുതുമ്പോ 1s2 2s2 2p6 3s2 3p6 3d അവിടെ ഉണ്ടെങ്കിലും 4s-നാണ് എനർജി കുറവ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 4s2 എന്ന് എഴുതി. ഇനി ഒന്ന് നോക്കുക, ഇവിടെ 4-ാമത്തെ പീരീഡ് ആണോ? ആണ് അല്ലെ, കാരണം എന്താണ്? ഇവിടെ നോക്കുക, ലാർജസ്റ്റ് ഷെൽ നമ്പർ 4 ആണ്. രണ്ടാം ഗ്രൂപ്പ് ആണോ? നോക്കുക, ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്, അതുകൊണ്ട് ഒരു രണ്ടാം ഗ്രൂപ്പ് എലമെന്റ് ആണ്. അപ്പോ ഇവര് തന്നിരിക്കുന്ന കണ്ടീഷൻ റെഡിയായി. അടുത്തത് രണ്ടാം പീരീഡ് 16-ാം ഗ്രൂപ്പ്. രണ്ടാം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടം വരെ ഉണ്ടാവുള്ളൂ? 1s2 2s2 2p വരെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഈ 2pയിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, 16-ാം ഗ്രൂപ്പ് എന്ന് തന്നിട്ടുണ്ട്. 16-ാം ഗ്രൂപ്പ് ആണെങ്കിൽ അതെന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് 13 മുതൽ 18 വരെ പി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. അപ്പൊ പി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഒന്നെങ്കിൽ 12 പ്ലസ് ബാഹ്യതമ പി സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം, ദെൻ അടുത്തത് അല്ലെങ്കിൽ എന്താണ് 10 പ്ലസ് ബാഹ്യതമ പി സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം പ്ലസ് തൊട്ട് മുമ്പുള്ള എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം. അപ്പോ അത് എത്രയാണ്? നമുക്കറിയാം 2 ആണെന്ന് അറിയാം. അപ്പോ 10 പ്ലസ് 2 12 എന്ന് കിട്ടി. 12 പ്ലസ് പി 16-ാം ഗ്രൂപ്പ് ആണ്. 16-ാം ഗ്രൂപ്പ് വരണമെങ്കിൽ ഇവിടെ ഇനി എത്ര കൂടെ വേണം? 4 ഇലക്ട്രോണും കൂടെ വേണം അല്ലെ? അപ്പൊ നോക്കുക, 10 പ്ലസ് 2 12, 12 പ്ലസ് 4 16 വരുന്നു. അപ്പോ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 4 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്, വേഗം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? എയുടെ ബാഹ്യതമ സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്ന n+l വിലകൾ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ, അടുത്തത് l എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. എങ്ങനെയാണ് ഇതിന്റെ n+l വില കാണുന്നത്? ഓക്കെ, ഏറ്റവും ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എയുടെ ബാഹ്യതമ ഷെല്ലിനെ സൂചിപ്പിക്കുന്ന, എയുടെ ബാഹ്യതമ ഷെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? 4s ആണ്. അപ്പൊ ഈ 4sന്റെ n+l വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4n. ഓക്കെ, ഈ ഷെൽ നമ്പർ ആണ് n വാല്യൂ എന്ന് പറയുന്നത്, അത് 4 ആണ്. ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അതാണ് എൽ വാല്യൂ എന്ന് പറയുന്നത്. എൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ഷെല്ലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എസ്, പി, ഡി, എഫ്. എസ് സബ്ഷെൽ ആണെങ്കിൽ എൽ വാല്യൂ 0 ആയിരിക്കും, പി ആണെങ്കിൽ 1 ആയിരിക്കും, ഡി ആണെങ്കിൽ 2 ആയിരിക്കും, എഫ് ആണെങ്കിൽ 3 ആയിരിക്കും. അപ്പൊ ഇവിടെ എസ് സബ്ഷെൽ ആയതുകൊണ്ട് ഇവിടത്തെ എൽ വാല്യൂ 0 ആണ്. സോ n+l വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4sന്റെ 4 എന്ന് വരും. ഓക്കെ, എന്തിനാണ് ഈ n+l വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ n+l വാല്യൂ കൂടുതൽ ഏതിനോ അവിടെ ആയിരിക്കും എന്തും കൂടുതൽ? ഊർജം കൂടുതൽ. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, 3d.
3D എന്നുള്ള സബ്ഷെല്ലിന്റെ n+l വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? n വാല്യൂ നമുക്കറിയാം എത്രയാണ്? 3 ആണെന്ന് അറിയാം. ഇനി L വാല്യൂ, D യുടെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, D സബ്ഷെൽ ആണെങ്കിൽ അതിന്റെ L വാല്യൂ എത്രയായിരിക്കും? 2 ആണ്. അപ്പൊ 3 + 2 5. അപ്പൊ 3D യുടെ n+l വാല്യൂ 5 ഉം അതുപോലെ 4s ന്റെ n+l വാല്യൂ 4 ആണ്. അപ്പൊ ഇതിൽ ഏതിനാണ് n+l വാല്യൂ കുറവ്? 4 നാണ് അല്ലെ, 4s നാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത്? എനർജി കുറവുള്ള ഷെല്ലിലായിരിക്കും ആദ്യം. അതുകൊണ്ടാണ് 3D യിൽ ഫില്ല് ചെയ്യാണ്ട് ആദ്യം 4s ൽ ഫില്ല് ചെയ്തതിന് ശേഷം പിന്നീട് 3D യിൽ ഫില്ല് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണ്? 4s നാണ് n+l വാല്യൂ കുറവ്. അപ്പൊ ഊർജം കുറഞ്ഞെടുത്തായിരിക്കും ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും നമുക്ക് ഈ എന്ത് തരും? n+l വാല്യൂ വില 4, 5, 6 എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മുടെ ഓപ്ഷൻ തരിക. അതിൽ നിന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഒരാറ്റത്തിന്റെ അവസാന ഇലക്ട്രോൺ നിറയുന്ന 3D സബ്ഷെല്ലിലാണ്. ഈ സബ്ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ ഉണ്ട്. ഈ ആറ്റത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇത് ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ വിത്ത് ഓപ്ഷൻ ആയിട്ട് നമ്മളോട് ചോദിക്കാം. നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? 3D സബ്ഷെല്ലിലാണ് ഏറ്റവും അവസാനം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. ഈ 3D യിൽ 7 ഇലക്ട്രോൺ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറ്റില്ലേ? എങ്ങനെ എഴുതാം? ദേ 1s2, 2s2, 2p6, 3s2, 3d7. ഈ 3d7 കൊണ്ട് നമുക്ക് അവസാനിക്കാൻ പറ്റുമോ? ഇല്ല. 3d7 ശേഷം 4s2 ഉണ്ടാകും. അതായത് നമ്മൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന ഓർഡറിൽ എഴുതുമ്പോൾ 3p ശേഷം, ഇവിടെ 3p6 ഉണ്ട്, 3p ശേഷം 4s ൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്തിട്ടാണ് എവിടെ വരുന്നത്? 3d യിൽ 7 ഇലക്ട്രോൺ വരുന്നത്. അതേ സമയത്ത് നമ്മൾ സബ്ഷെല്ലിന്റെ ഓർഡർ അനുസരിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ 3p യും 3d യും കൂടെ അടുപ്പിച്ച് എഴുതുന്നു എന്നുള്ളതേ ഉള്ളൂ. അതേ സമയത്ത് ഇലക്ട്രോൺ ഫില്ലിങ്ങിന്റെ ഓർഡർ വരുമ്പോൾ എങ്ങനെ വരും? 3p6, 4s2, 3d7 എന്നായിരിക്കും വരിക. പക്ഷെ എന്താണ്, ഈ 3d എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള M ഷെല്ലിന്റെ സബ്ഷെൽ ആയതുകൊണ്ട് അവരെ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ 4s2 ൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷമാണ് 3d യിൽ എഴുതുന്നത്. അപ്പൊ ഒരിക്കലും എന്താണ്, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 3d7 വെച്ച് അവസാനിപ്പിക്കരുത്. കാരണം ഇവിടെ 3d ആണോ അതിനപ്പുറം എന്തുണ്ടാവും? ഒരു s സബ്ഷെൽ ഉണ്ടാകും, 4s സബ്ഷെൽ ഉണ്ടാകും. അത് ഓർമ്മ വേണം. ഓക്കെ, ഇനി നമ്മൾ ആറ്റോമിക നമ്പർ കണ്ടുപിടിക്കുക. എത്ര വരും നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. 6 2 8 2 10, 10 2 12, 6 18, 2 20, 27 വരും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ 3d7 മാത്രം എഴുതിയിട്ട് 4s2 എഴുതാതിരുന്നാൽ നമ്മൾ ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടുമ്പോൾ ആറ്റോമിക നമ്പർ തെറ്റിപ്പോകും. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തിന് തുല്യമായിരിക്കും ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? അതായത് നമ്മൾ ഏറ്റവും പുറത്ത് 4s കണ്ടിട്ട് ഒരിക്കലും അതൊരു s ബ്ലോക്ക് എലമെന്റ് ആണെന്ന് വിചാരിക്കരുത്. 4s ന് തൊട്ട് മുമ്പ്, അതായത് s സബ്ഷെല്ലിന് തൊട്ട് മുമ്പ് d സബ്ഷെൽ ഉണ്ടെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? ഒരു d ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മള് ഏതാണ്? നമ്മൾ സോഡിയം എടുക്കുവാണ്. സോഡിയത്തിന്റെ ആറ്റോമിക നമ്പർ 11 ആണ്. അപ്പൊ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതുമ്പോൾ 1s2, 2s2, 2p6, 3s1 ഇങ്ങനെയായിരിക്കും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഈ 3s ന് മുമ്പ് എന്തില്ല? d സബ്ഷെൽ ഇല്ല, p സബ്ഷെൽ ആണ്. അങ്ങനെ അതുകൊണ്ട് ഇതൊരു s ബ്ലോക്ക് എലമെന്റ് ആണ്. അതേ സമയത്ത് ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ 4s ന് മുമ്പ് എന്തുണ്ട്? 3d ഉണ്ട്, d സബ്ഷെൽ ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു d ബ്ലോക്ക് എലമെന്റ് ആണ്. ഇനി പീരീഡ് നമ്പർ എത്രയാണ്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ കണ്ടതാണ്. ലാർജസ്റ്റ് ഷെൽ നമ്പർ ആണ് പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. അത് 4 ആണ്. ഇനി ഗ്രൂപ്പ് നമ്പർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? d സബ്ഷെല്ലിലെ അല്ലെങ്കിൽ d ബ്ലോക്ക് എലമെന്റ്സ് ആണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്തിന് ഈക്വൽ ആയിരിക്കും? ബാഹിതമ s സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം പ്ലസ് തൊട്ടു മുമ്പുള്ള d സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ്
എന്ത് കിട്ടുക? ഡി ബ്ലോക്കിലെ എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടുക. അത് എത്രയായിരിക്കും? 9 ആയിരിക്കും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് 9 ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞു? ഈ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം, ഗ്രൂപ്പുകള്, പിരീഡുകളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ ഇത് നമ്മൾ ഈ പറയുന്ന പോലെ അത്ര ഒരു കൺഫ്യൂഷനോ ഒന്നും വരത്തില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. ഏതാനും സബ്ഷെല്ലുകൾ നൽകിയിരിക്കുന്നു. അവയുടെ n+l വിലകളാണ് കേട്ടോ. n+l വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ 2s എടുത്തു. നമുക്കറിയാം ഇവിടെ എന്താണ് L വാല്യൂ എന്ന് പറയുന്നത് SPDF. S നാണെങ്കിൽ 0, P ക്കാണെങ്കിൽ 1, D ക്കാണെങ്കിൽ 2, F നാണെങ്കിൽ 3. ഇനി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ 2s ആവുമ്പോൾ എന്തായിരിക്കും? n എന്ന് പറയുന്നത് 2 ആണ്, s 0 ആണ്. അപ്പൊ ഇതിന്റെ n+l വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. 4p ആകുമ്പോൾ n എത്രയാണ്? 4 ആണ്. p യുടെ വാല്യൂ 1 ആണ്. അപ്പൊ ഇതിന്റെ n+l വാല്യൂ എത്രയാണ്? 5 ആണ്. ഇവിടെ 3d നോക്കുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 3 ആണ്. then d ആകുമ്പോൾ അവിടെ 2 വരും അല്ലേ? l വാല്യൂ എന്ന് പറയുന്നത് 2 വരും. അപ്പൊ 3 + 2 എത്ര എന്ന് കിട്ടും? 5 എന്ന് കിട്ടും n+l വാല്യൂ. ഇനി 5f, ഇവിടുത്തെ n 5 ആണ്. f വരുമ്പോൾ എത്ര വരും? l വാല്യൂ എന്ന് പറയുന്നത് 3 വരും. അപ്പൊ 5 + 3 8 ആണ് ഇവിടുത്തെ n+l വാല്യൂ. അപ്പൊ ഈ n+l വാല്യൂ നോക്കിയിട്ട് ഇതിൽ ഏറ്റവും ഊർജം കൂടിയ സബ്ഷെൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ഏതാണ്? 5f ആണ്. അതിനാണ് എന്ത് കൂടുതൽ? n+l വാല്യൂ കൂടുതൽ. ഏറ്റവും കുറവ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 ആണ്. അതിനാണ് n+l വാല്യൂ കുറവ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തതിന്റെ കാര്യം നമ്മൾ ഏതൊക്കെ ലെവൽ വരെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായി കാണും. അപ്പൊ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ പീരിയോഡിക് ടേബിൾ ഈ ഒരു ലെവൽ വരെയെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു n+l വാല്യൂ, n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്, l എന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്, അതിനോട് ഏത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, ഇതെല്ലാം നമ്മുടെ SCERT ടെക്സ്റ്റിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇതൊരു +1 +2 ടോപ്പിക് ആണെങ്കിൽ നമ്മുടെ പുതിയ SCERT ടെക്സ്റ്റിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരെ പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പോ ഇത് ഈ ഒരു ചാപ്റ്റർ അറിയാവുന്നവർക്ക് നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാകും. ഇനി ഇതൊക്കെ കണ്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരുണ്ടാവും. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അല്ലാത്തവര് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തലവേദനയോ അല്ലെങ്കിൽ ടെൻഷനോ ഒന്നും തോന്നേണ്ട കാര്യമില്ല. നിങ്ങൾ നല്ല രീതിയിൽ ആദ്യം എന്ത് ചെയ്യാം? ഈ ഒരു സിലബസ് എടുക്കുക, നമ്മുടെ LPUP-യുടെ സിലബസ് എടുക്കുക. ഇപ്പൊ കെമിസ്ട്രി ആണ് പഠിക്കുന്നതെങ്കിൽ കെമിസ്ട്രിയുടെ കണ്ടന്റ് ഫസ്റ്റ് പഠിക്കുക. പീരിയോഡിക് ടേബിളിന്റെ കണ്ടന്റ് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ I+ന്റെ LPUP ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഹെൽപ്പോട് കൂടി നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബേസിക് തൊട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ പഠിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഏതാണോ പഠിക്കുന്നത്, ഇപ്പൊ നമ്മൾ LPUP ആണ് പഠിക്കുന്നതെങ്കിൽ അതിന്റെ സിലബസ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം ഓരോ ടോപ്പിക്കും ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു തന്നെ ബേസിക് തൊട്ട് പഠിക്കണം. നമ്മൾ എപ്പോഴും ആ ഒരു ടോപ്പിക്ക്, ഇപ്പൊ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ ആറ്റം പഠിക്കുമ്പോൾ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, 9ാം ക്ലാസ്സിലുണ്ട് അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലുണ്ട്. അതെല്ലാം കൂടി കണക്ട് ചെയ്ത് വേണം നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ. ഓക്കെ, അപ്പൊ ഓരോ ടോപ്പിക്കും ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സും ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ആപ്പിലുള്ളത്. അപ്പൊ ആർക്കെങ്കിലും അപ്പൊ ഇതൊക്കെ തപ്പിയെടുത്ത് പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ക്രിസ്പ് ആയിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്ലാസ് കണ്ട് അതിന്റെ നോട്ട് കണ്ട് എഴുതി പഠിച്ച് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ വീണ്ടും മറ്റൊരു സെഷൻ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.